ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ കാണാൻ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നാളെ കോഴിക്കോട്ടെത്തും. അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിലാണ് ഈശ്വർ മാൽപേ എത്തുക. AK അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരിട്ട് അർജുന്റെ കുടുംബത്തെ അറിയിക്കാനാണോ ഈശ്വർ മാൽപേ എത്തുന്നത്? മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? രോഷ്നി, തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷിരൂരിലെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയും അതോടൊപ്പം തന്നെ ഗംഗാവാലി പുഴയിലെ കാഴ്ച പരിധി 0-ലേക്ക് എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അതിനുശേഷം ഡ്രഡ്ജറടക്കം എത്തിക്കുമെന്നുള്ള ഉറപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. തെരച്ചിൽ അവസാനിപ്പിച്ചെങ്കിൽ പോലും ഇന്ന് അനുകൂല കാലാവസ്ഥ രൂപപ്പെട്ടതോടുകൂടി ഇന്ന് ഈശ്വർ മാൽപേയും സംഘവും പുഴയിൽ പരിശോധന നടത്താൻ ഇറങ്ങിയിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ പോലീസ് ഇടപെടുകയും അനുമതിയില്ലാതെ പുഴയിൽ തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം പോലീസ് അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈശ്വർ മാൽപേ കോഴിക്കോട്ടെ അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്താനുള്ള തീരുമാനം അറിയിക്കുന്നത്. ഏതാണ്ട് അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ ഷിരൂരിൽ നിന്ന് ഈശ്വർ മാൽപേയും സംഘവും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിയോടുകൂടി ഈശ്വർ മാൽപേയും അദ്ദേഹത്തോടൊപ്പമുള്ള ഡൈവിംഗ് സംഘങ്ങളും മറ്റ് സംഘങ്ങളും 11 മണിയോടെ കോഴിക്കോട്ടെത്തും. അതിനുശേഷം 2 മണിയോടുകൂടിയായിരിക്കും ഈ അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരച്ചിലിന്റെ അവസാനം വരെ താൻ ഈ തെരച്ചിലുമായി സഹകരിക്കും, അതിനൊപ്പം ഉണ്ടാവും എന്നുള്ള ഉറപ്പായിരിക്കും അർജുന്റെ കുടുംബത്തിന് ഈശ്വർ മാൽപേ നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം അടുത്ത ബുധനാഴ്ചയോട് കൂടി തന്നെ ഈശ്വർ മാൽപേ ഷിരൂരിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ഉറപ്പ് കൂടി അർജുന്റെ കുടുംബത്തിന് നൽകുകയും ചെയ്യും. ഏതായാലും ഈ ബുധനാഴ്ചയോടുകൂടി തന്നെ ഈ ഡ്രഡ്ജർ എത്തിക്കുമെന്നുള്ള ഉറപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അത് എത്തിക്കാൻ കഴിയില്ല എങ്കിൽ അറിയിക്കണമെന്നും തനിക്ക് സ്വന്തം നിലയ്ക്ക് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു അവകാശം നൽകണമെന്നുള്ള കാര്യവുമായി ലോറി ഉടമ മനാഫും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സ്വന്തം ചെലവിൽ തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്താൻ തന്നെ അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മനാഫും ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി അഭിലാഷ്, AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.